ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലേ കൈ തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നേ. അതുപോലെ നമുക്കൊരു 3-4 മാസം മുമ്പ് ഒരു ബ്രദർ ഇങ്ങനെ ആണിരോഗം മാറിയതായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അത് വലുതായിരുന്നു ബ്രദറെ. അതിങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പം അത് ഇവിടെ തൊട്ട് നോക്കിയാലൊന്നും ഒട്ടും വേദനയില്ല ബ്രദറെ. അതെല്ലാം ആ വലിപ്പമെല്ലാം അങ്ങനെ കുറഞ്ഞിട്ട് അത് അകത്തേക്ക് ഇങ്ങനെ അത് മാറി മാറി പോകുന്നതായിട്ട് കാണുക ബ്രദറെ. ഒത്തിരി സൗഖ്യം കർത്താവ് തന്നു ഇപ്പൊ ബ്രദറെ. സിസ്റ്റർക്ക് അവിടെ വേദന ഇല്ല ആണിരോഗത്തിന്റെ? ഒട്ടും വേദനയില്ല. ഇത് ഇപ്പം വലിയ അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നേ. ഇത് ഇപ്പം വലിയൊരു ഞാൻ ഇങ്ങനെ അത്ഭുതമാണ്. ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്. 3-4 മാസം എനിക്കറിയാം. ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ബ്രദർ, അദ്ദേഹത്തിന് എനിക്ക് അതെ വന്നത് 10 വർഷമായിട്ടുണ്ടായിരുന്ന ആണിരോഗം. എനിക്കൊന്ന് ആ ബ്രദർ ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ എനിക്കറിയത്തില്ല. ബ്രദർ സാക്ഷ്യം എനിക്കൊന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട് അല്ലേ? ആ ബ്രദർ ഉണ്ടോ അതെ ഇല്ല ഞാൻ എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ബ്രദറെ. അദ്ദേഹം പറഞ്ഞൊരു എന്റെ വാക്യതാണ് അദ്ദേഹത്തിന്. കർത്താവ് മാറ്റി. അതെ 10 വർഷമായിട്ട് ആണിരോഗമായിരുന്നു. ആ വ്യക്തി പറഞ്ഞു യേശു പൂർണ്ണ സൗഖ്യമാക്കി. ഇന്ന് സിസ്റ്റർക്ക് ഇതേ അസുഖമായിരുന്നു, ആണിരോഗം. നമുക്കറിയാം ആണിരോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം അതിങ്ങനെ രോഗമായിട്ട് തന്നെ കിടക്കും. എന്നാൽ പ്രിയമകൾ ഇത് ഏറ്റെടുത്തു, കൽപ്പിക്കാൻ തുടങ്ങി, രോഗസൗഖ്യം കർത്താവ് കൊടുത്തു. ഇപ്പോൾ സിസ്റ്റർ തൊട്ട് നോക്കിയാൽ പോലും വേദനയില്ല. നേരത്തെ നടക്കുമ്പോഴൊക്കെ വേദനയായിരുന്നു അല്ലേ? അതെ ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തിയേ. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു ബ്രദറെ. ഓ അത് എന്റെ യേശു, കർത്താവ് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. നന്ദി കർത്താവ്. അങ്ങ് വെടിവിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തയാള് താങ്ക് ഒന്ന് യു. ചെക്ക് ചെയ്തേ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, ആ ഉണ്ടാകട്ടെ. എനിക്ക് തലയ്ക്ക് വേദനയും കണ്ണിന് വേദനയും. കണ്ണിനൊന്നും വേദനയില്ല, കണ്ണിന് കാഴ്ച കുറവാ, കാണുന്നൊന്നുമില്ല. ഉം കണ്ണാടി ഇല്ലാതെ എനിക്ക് ക്ലിയർ ആകത്തില്ല ഉം അങ്ങനെ. പക്ഷെ ഞാൻ ഈ മൊബൈലിൽ കണ്ണാടി ഇല്ലാതെ ഞാൻ ഈ മൊബൈലിൽ നോക്കിപ്പോയി. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ, വേദനയും എന്തുവാന്ന് അറിയാൻ പറ്റാത്ത വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ കുറെ നാളുകളായിട്ട്. ഉം പക്ഷെ ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാറി. ഇപ്പൊ ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് തന്നെയാ പറയുന്നത്. പക്ഷെ ക്ലിയർ അല്ല ഒന്നും കാണുന്നത്. പക്ഷെ ആ ബുദ്ധിമുട്ട് തലയുടെ കണ്ണ് തുറന്ന് കാണുമ്പോഴേ ഉം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് മാറി ഓ എനിക്ക്. കർത്താവെ, എന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കേട്ടോ. കണ്ണെ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണെ, ഈ അഭിഷേകത്തോട് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നോണെ, കർത്താവ് ഞാൻ ഇതിന്റെ കണ്ണാടിയുടെ സഹായമില്ലാതെ കാണും. കാരണം ഇത്രയും നാള് നോക്കുമ്പോൾ കണ്ണിനും തലയ്ക്കും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇത് രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഒരു ബലം കിട്ടി. ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ജ്വലിച്ചുകൊണ്ട് ജ്വലിപ്പിച്ച ആ രോഗസൗഖ്യത്തെ കർത്താവെ പൂർണ്ണ സൗഖ്യം ഇപ്പം ഞാൻ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞു കേട്ടോ. നന്ദി കർത്താവെ. അടുത്തയാള് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ചെക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ പറഞ്ഞു. എനിക്ക് ഈ ശനിയാഴ്ച ഞാനൊരു വൈകുന്നേരം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു 3-4 വർഷമായിട്ട്. അപ്പം ഞാനിങ്ങനെ ജോലി ചെയ്ത് നടന്ന് പെട്ടെന്ന് ഓരോ ജോലി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. മഴയുള്ളതുകൊണ്ട് കറണ്ട് പോലെ എന്നൊക്കെ ഓർത്ത് അപ്പം ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ നിന്ന ആ സമയത്ത് എനിക്ക് എൻ്റെ ഈ മുട്ടിന് ആ തേയ്മാനമുള്ള വലത്തെ മുട്ടിന് പെട്ടെന്ന് ഒരു പിടുത്തമാണോ വേദന എനിക്കറിയത്തില്ല. എനിക്ക് പിന്നെ കാലനക്കത്തില്ല. കാലനക്കാൻ ഒരു രക്ഷയിൽ. കാലനക്കുമ്പം ഞാൻ വീണ് പോകുന്ന പോലെ ഒരവസ്ഥയായിരുന്നു എനിക്ക്. വേദനയെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന, മുട്ടിനകത്ത് ഭയങ്കര വേദനയാണ്. അപ്പം ഞാൻ ആ സമയം അവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അവിടുത്തെ അടിപ്പിണരായാലും എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇങ്ങനെ മുട്ട കൈവച്ച് തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, കർത്താവേ നാളെ ഞായറാഴ്ചയാണ്, എനിക്ക് ഒരു ആരാധന പോലും മുടക്കാൻ കർത്താവ് എനിക്ക് പറ്റത്തില്ല. എനിക്ക് നാളെ കർത്താവിൻ്റെ സന്നിധി കടന്നു പറഞ്ഞ് എനിക്ക് കർത്താവിനെ ആരാധിക്കണം. എൻ്റെ ആരാധന മുടങ്ങരുതപ്പോൾ. എനിക്ക് സൗഖ്യത്തിന് ഞാൻ അവകാശിയാണ്. കർത്താവ് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നത് നന്ദി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വേദന എന്ന് പറയും. പിന്നെ ഞാൻ കാല് കുടഞ്ഞിങ്ങനെ നടന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ വന്നപ്പോൾ തന്നെ പിന്നെ വീണ്ടും ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് നടന്ന് പിന്നെ ആ വേദന അങ്ങ് മാറി. ഞായറാഴ്ച രാവിലെ എന്നത്തേലും സ്പീഡിലാണ് ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പിച്ചില്ലെന്ന്. ഞാൻ അന്ന് ഒരു 10 മിനിറ്റിന് മുമ്പ് തന്നെ സ്റ്റോപ്പിച്ചത്. അതുപോലെ സ്പീഡിൽ നടക്കാൻ, കാല് നീട്ടി വെച്ച് നടക്കാൻ കർത്താവിനെ സഹായിച്ചു. പിന്നെ ആ വേദന ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നതിന് എത്ര വർഷമായിട്ട് തേയ്മാനത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര വർഷമായിട്ട്? 3-4 വർഷമായിട്ട് ഞാനിങ്ങനെ മരുന്നൊന്നും കഴിക്കുന്നില്ലായിരുന്നു. 3-4 വർഷം. ഇങ്ങനെ വേദന 3-4 വർഷമായി. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. തേയ്മാനമല്ലേ, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് സിസ്റ്റർക്ക് ഈ തേയ്മാനം ഉള്ളത് കൊണ്ട് 3-4 വർഷമായിട്ട് ഭയങ്കര പെയിനായിരുന്നു നടക്കുമ്പോഴൊക്കെ അല്ലേ?
നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ മുട്ട് മടക്കത്തില്ലായിരുന്നു, ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നേ. ഓ പക്ഷെ എൻ്റെ ഇപ്പൊ യേശു. എനിക്ക് നന്നായിട്ട് മുട്ട് മടക്കാം, ഇരുന്നിട്ട് മുട്ട് മടക്കി എഴുന്നേക്കത്തില്ല. കാരണം ഞാൻ കസേര ഇരുന്നാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ നിലത്താണ് ആ വേനയ്ക്കൊക്കെ ഈ ചൂടിനൊക്കെ കടന്നു, പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മുട്ട് മടക്കി എഴുന്നേക്കുന്നുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസത്തെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പക്ഷെ ആ വേദന ഇത് കർത്താവ് മാറ്റി തന്നു. ഇപ്പം മുട്ട് മടക്കുവാനും ആ വേദന എല്ലാം എനിക്ക് ഞായറാഴ്ച എനിക്ക് സന്തോഷത്തോടെ ആരാധനയ്ക്ക് ഇപ്പൊ ഒരു കാരണം കുഴപ്പവും കർത്താവിന്റെ സിസ്റ്റർക്ക് ഇല്ല. ഒരു ഇത് കുഴപ്പമില്ല വലിയൊരു ബ്രദറെ. അത്ഭുതമാണ്. അത് നിങ്ങൾ കേട്ടെ, 3-4 വർഷമായിട്ട് മുട്ടിന്റെ തേയ്മാനം എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒന്നും അതെ ചെയ്യാനില്ല. കാര്യം തേയ്മാനം വന്നാൽ ജീവിതാവസാനം മുഴുവൻ തേയ്മാനമാണ്. അതികഠിനമായ അതെ വേദനയായിരുന്നു. സിസ്റ്റർ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വേദന വർദ്ധിച്ചു. കാല് ഇരിക്കാനോ പറഞ്ഞ പോലെ തന്നെ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥന കൈക്കൊള്ളുന്നത്, കാല് പൊക്കി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മുട്ട് അതെ മടക്കാനോ തിരിക്കാനോ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു, രോഗസൗഖ്യം അവകാശമാണെന്നുള്ള ഉറപ്പിൽ ധൈര്യത്തിൽ പറയാൻ തുടങ്ങി. ഇപ്പൊ സിസ്റ്റർ പറയാണ്, 3 വർഷം മുമ്പ് ഡോക്ടർ അതെ തേയ്മാനമാണ്, മാറത്തില്ലെന്ന് പറഞ്ഞ വേദനയുള്ള കാലാണ് ഇപ്പം ഓടി നടക്കാൻ തുടങ്ങിയത് അല്ലേ. വേഗത്തിൽ നടക്കുന്നു, അതെ 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 ഒരു ഇരിക്കുന്നു, കുഴപ്പമില്ല. എണീക്കുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല സിസ്റ്റർ അല്ലേ, ഒരു വേദന പോലും ഇല്ല. ഒരു 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 വേദനയില്ല ബ്രദറെ. എന്റെ അതുപോലെ എനിക്ക് ഞായറാഴ്ച നമ്മുടെ സൺഡേ പ്രെയർ വെളുപ്പിനെ ഞാൻ അനിഭാഷ പ്രെയറിന് ഞാൻ 3 എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് വരാലോന്ന് ഓർത്തു. ഞാൻ ഓടിപ്പോയി മുഖം കഴുകി ചിരട്ടത്ത് വരുമ്പോഴത്തേക്കിന് മുറിയിലോട്ട് കയറി വരുമ്പോൾ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോണ് സമയം നോക്കിയിട്ട് വെച്ചതേ ഉള്ളൂ, ഓണാക്കിയില്ല, ഒന്നും ചെയ്തില്ലായിരുന്നു. കണ്ടോ, പ്രാർത്ഥന കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെ ബലപ്പെടുത്തുന്നുണ്ടോ. സിസ്റ്റർ പറയാം, മൊബൈൽ ഓണാക്കി പോലും ഇല്ല. നമുക്കറിയാം ഈ എന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നേ. ഉം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫോൺ എടുത്തിട്ട് ഞാൻ എന്നിട്ട് പിന്നെ കുറേ സമയം കൊണ്ടാണ് അതൊന്ന് ഇതാക്കി വന്നത്, കയറി നന്ദി വന്നത്. യേശുവേ. കർത്താവെ അന്ന് അങ്ങ് 4 കൊടുത്ത മണിക്കും അതുപോലെ തന്നെ കർത്താവ് അങ്ങ് 4 കൊടുത്ത മണിക്കും അതുപോലെ തന്നെ ഓണായി വന്നു. ഓ നന്ദി എന്നിട്ട് യേശുവേ. ഞാൻ എൻ്റെ സിസ്റ്ററോട് ലീനായോട് പറഞ്ഞത്, ലീന സിസ്റ്റർ മുമ്പ് സാക്ഷ്യം പറഞ്ഞു, ലീന സിസ്റ്ററോട് ഞാൻ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ 2 അത്ഭുതം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദറിനും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് വചനം പറഞ്ഞു തന്ന ബ്രദറിനും നന്ദി പറയുന്നു ബ്രദറെ. ഓ ഗോഡ് ബ്രദറിനെ ബ്ലസ് യു ദൈവം സിസ്റ്റർ. അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ തീർച്ചയായിട്ടും നിങ്ങൾ അനേകരോട് ഇത് സുവിശേഷം പറയണം. ആമേൻ 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 അനേകരെ ശിഷ്യരാക്കണം. അനേക രോഗികളെ ആമേൻ വിടുവിക്കണം. അതിനുവേണ്ടിയാണ് ആമേൻ കർത്താവ് ഇതെല്ലാം തരുന്നത്. ഗോഡ് ബ്ലസ് യു ആമേൻ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ ആമേൻ തന്നെ. ആമേൻ. ബ്രദറെ അടുത്തയാള് എന്തോ ബ്രദറെ ബ്രദറെ പിന്നെ ഇന്നലെ മുതുക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മസിൽ കയറിയിരിക്കുന്നു. അപ്പം ബ്രദർ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ എനിക്ക് ശ്വാസം വിടാൻ വയ്യാതെ ഭയങ്കര മസിൽ പെയിൻ ആയിരുന്നു. ഉം. ബ്രദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ സൗഖ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഷുഗറും BP ഉണ്ട്, അതും പൂർണ്ണമായിട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് രാത്രി ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ആ മസിൽ ബാക്കിലെ മാറിയിട്ട് ചെസ്റ്റിന് ഭയങ്കര വേദന, സഹിക്കാൻ വയ്യ, ഇങ്ങനെ വേദന കൂടി കൂടി വരും. അപ്പം പിന്നെ എന്തെങ്കിലും ഈ ചെസ്റ്റിനായോണ്ട് ഇനി എന്തെങ്കിലും അല്ലാതെ വല്ലതാണോ എന്ന് വിചാരിച്ചോണ്ട് ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും രാത്രിയില്ലേ ഇനി കൂടി പോയാലോ എന്ന് വിചാരിച്ചോണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവര് ടെസ്റ്റ് ആദ്യം പെട്ടെന്ന് പ്രഷർ നോക്കിയപ്പോൾ അത് നോർമലാ. അത് കഴിഞ്ഞ് ഷുഗർ നോക്കിയപ്പോൾ 89 ഉള്ളു. അന്നേരം അവര് വെച്ചൊന്നും കഴിച്ചില്ലേ ഫുഡ്. അത് ഞാൻ കഴിച്ചു, പഴവും കഴിച്ചതാ. ഞാൻ പറഞ്ഞു കഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ ചെസ്റ്റ് പെയിൻ അവർ ECG എടുത്തു നോക്കി, അതെല്ലാം നോർമലാ. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്തു. എന്നിട്ട് അത് പറഞ്ഞ ഹാർട്ടിനെ സംബന്ധിച്ചൊന്നും അല്ല, മസിൽ പെയിൻ ആന്ന് പറഞ്ഞു. അപ്പൊ ഇനി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം വരെ എനിക്ക് അന്നേരം അവര് മസിൽ പെയിൻ ഉള്ളൊക്കെ മരുന്ന് തന്നെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വിങ്ങൽ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറി. ഓ നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ ദൈവത്തിന്റെ വൻകൃപയ്ക്ക് നന്ദി. ആമേൻ യേശുവിന്റെ ആമേൻ. നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ള? ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ കേൾക്കാൻ പോകാ. പറഞ്ഞു ഹലോ ബ്രദറെ പറഞ്ഞു ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു. പറഞ്ഞേട്ടെ. ആ ബ്രദറെ, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്റെ മൂത്ത മോൾ ബ്ലസ്സിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. അവൾ ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു ലംബ് പോലെ വന്നിട്ട് നല്ല വേദനയായിരുന്നു. വേദന സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയത് ബയോപ്സി അയച്ചു. ദൈവത്തിന് പ്രാർത്ഥനയുടെ വലിയ ദൈവത്തിന് വലിയ കൃപയാൽ ഒരു കുഴപ്പമില്ലാതെ ബയോപ്സി ഒരു കുഴപ്പമില്ലായിരുന്നു, നോർമലാന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു. പിന്നെ പിന്നെ എന്റെ ഇളയ മോൾക്ക് ഇന്ന് ജർമ്മൻ ലാംഗ്വേജിന്റെ B1 എക്സാം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്ന് അതിന്റെ റിസൾട്ട് വന്നു, അവൾ പാസ്സായി. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരുന്നു ബ്രദറിനോട്, കർത്താവെ, അങ്ങ് പ്രാർത്ഥിച്ചു. അത്ഭുതം ചെയ്ത വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനി അത്ഭുതം ചെയ്യും കേട്ടോ. താങ്ക് യു. പ്രൈസ് ലോർഡ് ബ്രദറെ.
ആ ഞാൻ എൻ്റെ മോന് വേണ്ടി സന്തോഷത്തോടാണ് ഒരു സാക്ഷ്യം പറയുന്നത്. കാര്യം മോൻ്റെ കണ്ണ് 8 വർഷമായി പിന്നെ കണ്ണ് ഒരു കോങ്ങണ്ണ് പോലെ കണ്ണ് വല്ലാതെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമായിരുന്നു. കണ്ണ് നേരെ അല്ലാതായിരുന്നു, നോർമലായ കണ്ണായിരുന്നു മോൻ്റെ. അപ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. 1 വർഷത്തിന് മുമ്പേ ബ്രദറിനോട് കണ്ണിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ബ്രദർ കണ്ണിന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും മോനെ മനസ്സിൽ വിചാരിച്ച് എൻ്റെ കണ്ണി കൈവച്ച് മോന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ പാസ്പോർട്ട് 10 വർഷം അത് പുതുക്കാനായിട്ട് അപേക്ഷ കൊടുത്തപ്പം പോലീസ് വന്നപ്പോൾ എന്നെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ മോനാണെന്ന് പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഈ ഫോട്ടോയാണോ കൊടുത്തതെന്ന് നോക്കിയപ്പോൾ കണ്ണ് നേരെയായിരിക്കുന്നു ബ്രദറെ. ഇതെനിക്ക് സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇതിനു വേണ്ടി ഈശോയോട് ഒത്തിരി ഓ പ്രാർത്ഥിച്ചിരുന്നു. എന്റെ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. മോന് കോങ്കണ്ണ് പോലത്തെ എത്ര വർഷമായിട്ട് ടെസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു മോനത് കോങ്കണ്ണായിട്ട് അങ്ങനെ? കണ്ണ് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു കൃഷ്ണമണി ഇങ്ങ അറ്റം നടുക്കുന്ന് അതായത് കണ്ണിന്റെ മൂക്കിന്റെ ആ ഭാഗത്തോട്ട് കണ്ണിന്റെ അവിടോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോ അങ്ങനെ വരും. എനിക്കത് ചങ്ക് പറയുന്ന വിഷമമായിരുന്നു കാണുമ്പോ. കാര്യം നോർമലായിരുന്ന കണ്ണായിരുന്നു. 21 വയസ്സിൽ ഗൾഫിൽ പോയതാ. 22 വയസ്സിൽ വീട്ടിൽ വന്നപ്പം കുഞ്ഞിന്റെ കണ്ണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്ട്രഗിളും ടെൻഷനും എല്ലാം കൊണ്ട് പിന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, കണ്ണിന്റെ ഞരമ്പ്. അപ്പം നാട്ടിൽ മോന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ബ്രദറിനോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ വേണ്ടാന്നോ കർത്താവ് പറയാൻ ഇടയാക്കണമെന്ന്. അപ്പൊ ഇവിടെ കൊണ്ടൊന്ന് കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കണ്ണ് എക്സസൈസും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോൻ ഗുളിക അധികമൊന്നും കഴിക്കാറില്ല, സമയം കിട്ടാത്തത് കൊണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ബ്രദറിന്റെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ കുഞ്ഞിന്റെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിൽ എൻ്റെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ വേണ്ടി. പക്ഷെ ഇന്നലെ ഞാൻ അത്ഭുതപ്പെട്ടു, കുഞ്ഞിന്റെ കണ്ണ് നേരെയായി. ഇനി ശകലേ ഉള്ളൂ, എന്നാലും അത് മൊത്തം നേരെയായി ബ്രദറെ. എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് വിടിവിച്ച കണ്ണ് നേരെയാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഒരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ട്. ഞങ്ങൾ US-ലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സാക്ഷി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ കാലിൽ ഞാൻ ഫ്രാക്ചറായിട്ട് ഇങ്ങനെ ബെഡിലാണ് 6 വീക്ക് ഇങ്ങനെ കാലിൽ ഒരു ബൂട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറയ്ക്കകത്തൊന്നും വരുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് പ്രാർത്ഥന ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവ് ഞങ്ങളെല്ലാം ബന്ധുക്കോസ് അനുഭവമാണ്. പക്ഷെങ്കിൽ പുള്ളിക്ക് അത്ര പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും, വിശ്വാസം കുറവാ. ആ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി, തോമസ് എന്നാണ് പേര്, വിശ്വാസത്തിൽ ഒത്തിരി ഇതാണ്. നല്ല ബൈബിളെല്ലാം നല്ല പരിചയമെല്ലാം. കർത്താവ് അത്ഭുതം ചെയ്ത ശ്രീ ദിവസങ്ങളിൽ കർത്താവിലും ദൈവത്തിന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് പ്രഖ്യാപിച്ചു. ഞാൻ കുടുംബം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സത്യത്തിൽ ആരാധിക്കുന്നു തന്നെ പറഞ്ഞോണം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത്ഭുതമാക്കി തീർക്കട്ടെ യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് പിന്നെ ഒരു മിനിറ്റ് പ്രയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ അറിയിക്കണേ. പ്രയർ ലൈൻ നമ്പർ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഇപ്പൊ പ്രയറിൽ നമ്മളിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയാത്തത് കൊണ്ടാണ്. കാര്യം ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് നമുക്ക് അനുവാദം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയത്തിന് ഒത്തിരി പരിമിതികൾ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. ബാക്കി എല്ലാ പ്രയർ റിക്വസ്റ്റുകളും നിങ്ങൾ പ്രയർ ലൈൻ നമ്പറിലേക്ക് അയക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. എന്തോ ഹലോ, പെട്ടെന്ന് പറ. സാക്ഷ്യമുള്ളവരെ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു മോന് വേണ്ടിയിട്ട്. മോന് ഒരു കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം മോൻ അവിടെ വെളിയിലാണ്. അപ്പം സാലറി ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് സാലറി വെട്ടി കുറയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്ന് പറഞ്ഞു എന്തായാലും മോന്റെ സാലറി കുറച്ചിട്ടില്ല. അതൊരു വലിയ അത്ഭുതമായിട്ട് കാണുന്നു. നന്ദി കർത്താവേ, അങ്ങ് വെടിവെച്ച വലിയ കൃപയ്ക്ക് നന്ദി, ആലോചന നിവർത്തിക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവര് മറ്റാർക്കും ഇല്ല സാക്ഷ്യം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ദൈവത്തിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. കർത്താവേ, ഇപ്പോൾ ഈ വേദന മാറാത്തവരുണ്ടോ? കൈ ഒന്നുകൂടെ വെക്കാവോ? കൈത്തണ്ടയ്ക്ക് വേദന ഉള്ളവരും എല്ലാം ഒന്ന് കൈ വെക്കാവോ?
എന്റെ യേശുവേ, കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ കൈവച്ച് കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ, വേദനകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗം വഹിച്ചത്, എന്റെ പ്രിയരെ, എന്റെ കൂടെ പറഞ്ഞിട്ട് സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. കാൽവരി ക്രൂശിലൂടെ എനിക്ക് അവകാശമായെന്ന് പറ. സൗഖ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്, ദൈവപ്രവൃത്തി എന്റെ അവകാശമാണ്, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്യാവോ? ഇപ്പൊ പ്രാർത്ഥിച്ചവരൊന്ന് ചെക്ക് ചെയ്യാവോ? എത്ര പേര് പ്രാർത്ഥിച്ചു? ഒന്ന് ചെക്ക് ചെയ്തേ. എന്നാ വ്യത്യാസം? പ്രാർത്ഥിച്ചപ്പോ എന്നാ വ്യത്യാസം വന്നത്? പ്രാർത്ഥിച്ചവർക്ക് വന്ന വ്യത്യാസം ചെക്ക് ചെയ്തോ നിങ്ങളിപ്പം? എന്താണോ ബുദ്ധിമുട്ടൊന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തോ? എന്നാ വ്യത്യാസം? ഒരാൾക്ക് വ്യത്യാസം വന്നില്ല. മറ്റാർക്കെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് ബ്രദറെ. എനിക്ക് ഭയങ്കര മുട്ടിന് വേദനയായിരുന്നു, പക്ഷെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ മാറ്റമുണ്ടോ വേദനയ്ക്ക്? മാറ്റമുണ്ട്. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്യാവോ? മറ്റാരെങ്കിലും ഇപ്പം വേദനയ്ക്ക് എനിക്കൊരു വ്യത്യാസം വന്നെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ കാലിൽ കല്ല് വീണ് നഖം അങ്ങ് പറഞ്ഞിരിക്കുമായിരുന്നു. നടക്കാൻ ഭയങ്കര വേദന. ഇന്നും നാലത്ത് ഇപ്പൊ ബദർ പറിച്ചപ്പോ എന്റെ കാലിന്റെ പൂർണ്ണ സൗഖ്യം കിട്ടി. ഇത്ര നേരം വേദന ഉണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പൊ വേദന ഇല്ല. ഇപ്പൊ ഭയങ്കര വേദന, നടക്കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇവിടെ ഞാന്. ഇപ്പൊ ഒട്ടും വേദനയില്ല. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യാവോ? നോക്കിക്കേ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഞാനിപ്പം പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മുട്ടിന് നല്ല വേദനയായിരുന്നേ, നല്ല ശക്തമായിട്ടൊരു വേദനയായിരുന്നു. അപ്പൊ തേയ്മാനം ഉണ്ട്, 2 കാലിലും, മുട്ടിനും കാലിന്റെ പാദത്തിനും മരവിപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ആ വേദന മുട്ടിന്റെ വേദന അങ്ങ് മാറി. എത്ര നാള് സിസ്റ്റർ വേദന ഉണ്ടായിരുന്നു തേയ്മാനം നിമിത്തം? തേയ്മാനം ഒരു 6 വർഷം. നിങ്ങൾ കേട്ടെ, 6 വർഷമായിട്ട് തേയ്മാന നിമിത്തം വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർ വേദന മാറി. നല്ല വേദനയായിരുന്നു, പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴും നല്ല വേദനയായിരുന്നു. ഇപ്പൊ ആ വേദന കാണുന്നില്ല. എന്റെ യേശു, നിങ്ങൾ കേട്ടെ, 6 വർഷമായിട്ട് തേയ്മാനം വന്ന് ഡോക്ടർ പറഞ്ഞാണോ തേയ്മാനം വന്ന്? മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം കുറെ ആയിട്ട് മരുന്ന് കഴിക്കുന്നില്ല. അതായത് സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന നിമിഷം വരെ വേദന, അതികഠിനമായ വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം വേദന മാറി. പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ നല്ല വേദന വന്നു, നല്ല വേദന. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ വേദന അങ്ങ് മാറി. എന്റെ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതത്തിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ മരവിപ്പ് മാറണം പാസ്റ്ററെ. അതിപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായിരിക്കുന്നു കേട്ടോ. അത് വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ട, ഇത്രയും വർഷമായിട്ട് തേയ്മാനമായ മുട്ടായിരുന്നു, യേശു സൗഖ്യമാക്കി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? അടുത്തയാളോ ഒന്ന് നോക്കിക്കേ. എന്താണോ കഴിയാത്തത് ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ പ്രാർത്ഥിച്ച ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? പ്രാർത്ഥിച്ച് ഒരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വരാത്തവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഇപ്പോ തന്നെ കൈവച്ച് നിർത്തരുത്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത്. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആ വ്യക്തി യേശുവിനോട് പറഞ്ഞു, ഈ മേശമിൽ നിന്ന് താഴേക്ക് വരുന്ന അപ്പം നുറുക്കുള്ള എന്റെ അവകാശം. പറഞ്ഞോണം, ആരോഗ്യവും സൗഖ്യവും എന്റെ അവകാശമാണ്, വേദന എനിക്ക് വേണ്ട. ഇത് പറഞ്ഞുകൊണ്ടിരുന്നോണേ. ഇന്ന് തന്നെ അത് കാണാൻ പറ്റും. ഇപ്പൊ കാണാൻ പറ്റുന്ന, അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി കേട്ടെ,
സൗഖ്യമാകാത്തവരെ, വേദന മാറാത്തവരെ നിരാശപ്പെടരുതേ. ഒന്ന് കേട്ടെ, നിങ്ങളുടെ ഉള്ളത്തിൽ ഇനിയും കൂടുതൽ ആ ദൈവശക്തിയുടെ ഒരു ഫ്ലോ വെളിപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ഇപ്പോൾ മുതൽ കർത്താവേ സൗഖ്യമായേ പറ്റത്തുള്ളൂ. കേട്ടോണേ. എന്തുകൊണ്ടെന്നാൽ, എന്തിനാ ഞാൻ ഈ വാശി പിടിക്കുന്നത്? കാരണം യേശു വില കൊടുത്തു. നേരെ ക്രൂശിലോട്ട് നോക്കണമേ. നമ്മുടെ ശരീരത്തിൽ ഈ വേദന വന്നപ്പോൾ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടാ അല്ലെ? എന്തോരം ബുദ്ധിമുട്ടാ. ഇതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ട് യേശു അനുഭവിച്ചത് രോഗം വന്നതുകൊണ്ടല്ല, നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി യേശു മുറിവേറ്റത്. ഇന്ന് അത് കാണുമ്പോൾ നിങ്ങൾ ആ മുറിവേ നോക്കണം. യേശു കൊണ്ട അടി കാണണം. കർത്താവിനെ ഒരു മാറി മാറി അടിക്കുമ്പോൾ തമ്പുരാൻ നിലവിളിച്ചത് നിങ്ങൾ സൗഖ്യമാകേണ്ടതിനാ. ഒരു വാശിയോടെ പറ, യേശു എൻ്റെ രോഗം സൗഖ്യമായിരിക്കും, എനിക്ക് അത്ഭുതം ഞാൻ കണ്ടിരിക്കും, എൻ്റെ വേദന മാറിയിരിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം എൻ്റെ അവകാശമാണ്. കൽപ്പിച്ചോണം. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. നാളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ബാക്കി സാക്ഷ്യങ്ങളെ നമുക്ക് നാളെ പിന്നെയും കേൾക്കാം. ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.